ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം സീരീസിലെ അടുത്ത വിഭവം എന്ന് പറയുന്നത് ക്യാബേജ് തോരനാണ്. അതിനായിട്ട് നമ്മൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയാണ് എടുത്തേക്കുന്നത്. അത് ഒന്നിച്ച് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തിരുമുന്ന സമയത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി തിരുമുന്നതാണ് ഈ ഒരു ക്യാബേജ് തോരൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. എത്ര തിരുമുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആവും. അതിലേക്ക് നാളികേരം തിരുമ്മി വെച്ചേക്കുന്നത് കൂടി ആഡ് ചെയ്യുക. ചിലയിടങ്ങളിൽ നാളികേരം ചേർക്കാതെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ നാളികേരം ചേർക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തിരുമ്മി ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്നാലൊന്ന് അമക്കി പൊത്തി റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ചു. ചീനിച്ചട്ടിക്കകത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുകും ഉഴുന്നുപരിപ്പും ഒന്നിച്ച് ഇതിന് ചേർക്കാറുണ്ട്, പക്ഷേ എനിക്ക് കടുക് ഇതിനകത്തിലിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കടുക് ചേർത്തിട്ടില്ല. ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞാൻ പകരം ഉഴുന്നുപരിപ്പാണ് ഇട്ടേക്കുന്നത്. വറ്റൽമുളകും കൂടി ആഡ് ചെയ്യാം, പക്ഷേ ഇവിടെ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വറ്റൽമുളക് കൂടി ഇടാം. അപ്പോൾ ഈ ഉഴുന്നുപരിപ്പ് എന്ത് ചെയ്യുക, ചുമന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാതെ, മീൻസ് കരിഞ്ഞു പോകാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ ബ്രൗൺ കളറായി വരുന്നൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ തിരുമ്മി വെച്ചേക്കുന്ന ഒരു ക്യാബേജിനെ നമ്മൾ ആ എണ്ണയിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയാണ് കൊടുക്കുന്നത്, അല്ല നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയൊന്നും അല്ല. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി വേണം ഇതിനെ വേവിക്കാൻ. പിന്നെ ഉപ്പുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് ആവശ്യത്തിനുണ്ടോ, ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. മുളക് പൊടി നമ്മൾ ചേർക്കത്തില്ല കേട്ടോ, പച്ചമുളകാണ് അതിന് പകരം ചേർത്തേക്കുന്നത്. അപ്പം കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കിയാണ് ഇത് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആവുമേ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശരിക്കും എനിക്ക് ഓണത്തിൻ്റെ ഒരു സമയത്തെയൊക്കെ നമുക്ക് ഓർമ്മ വരും. നന്നായിട്ട് ഉഴുന്നുപരിപ്പൊക്കെ ആ എണ്ണയിലോട്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നല്ല പപ്പടം കാച്ചിയ സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നേ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം കറക്റ്റ് ഓണത്തിൻ്റേതായിട്ടുള്ള ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്കുണ്ടായത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.